ഹലോ ഗായ്സ്, വെൽക്കം ടു എസ് ടു മീഡിയ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്, ഞങ്ങൾക്ക് ഇന്ന് ചെറിയൊരു പാർട്ടി ഉണ്ട് ഇഫ്താറിന് ശേഷം. അപ്പോൾ പാർട്ടി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ആപ്പാൻ്റെ മകനുണ്ട്, അതായത് ചെറിയ കൊച്ചുകുട്ടിയാണ്. ഇന്ന് അവന് 1 വയസ്സ് തികയാണ്. ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ലോക്ക്ഡൗണും കാര്യമൊക്കെ ആയതുകൊണ്ട് ആ ഒരു പാർട്ടിക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ അവൻ്റെ ബർത്ത്ഡേക്കുള്ള ഒരു കേക്ക് റെഡിയാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനും എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ വീഡിയോ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ്. ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ബർത്ത്ഡേയും കാര്യങ്ങളും പാർട്ടികളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആഘോഷിക്കാം. വെറുതെ നമ്മൾ പൈസ കൊടുത്തിട്ട് കണ്ട കെമിക്കലും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടുള്ള കേക്കും കാര്യങ്ങളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നല്ല സിമ്പിൾ കേക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതും കുറഞ്ഞ സമയം കൊണ്ടാണ് ഞങ്ങൾ കാണിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാതിരിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്താലേ മറ്റുള്ളവർക്ക് സജഷനായിട്ട് പോകുള്ളൂ. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല കമൻറ്റ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല നല്ല കമൻറ്റ്സ് ഞങ്ങൾക്ക് തരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് അരിച്ചെടുക്കുമ്പോൾ അത് 3 നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ ഒരു 3 തവണയൊക്കെ ഇത് അരിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ആവണം. 3 തവണ അരിച്ചില്ലെങ്കിൽ 1 തവണ അരിച്ചിട്ട് സ്പൂണിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിലേക്ക് 3 മുട്ടയും പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റിഫ് ആവുന്നിടം വരെ ബീറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് പതഞ്ഞ് നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ആ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒരേ സൈഡിലോട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഞങ്ങൾ നമ്മൾ മിക്സ് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ പൊട്ടിപ്പോയാൽ നമ്മുടെ കേക്ക് പൊങ്ങി വരത്തില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പാൻ വെക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റൗവിൻ്റെ മുകളിൽ ഇതുപോലത്തെ തട്ടോ പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാൻ വെക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ ചൂട് കയറി പോകാതിരിക്കാനും അടി കരിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ പാനിൽ ഇതുപോലെ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഇതുപോലെ
പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇതൊന്ന് എടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു 30 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആകുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ക്രീം റെഡിയാക്കാം. ഞങ്ങളിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് വിപ്പിംഗ് ക്രീം. അത് നല്ല സൂപ്പർ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അതിൽ മധുരം ആഡ് സൂപ്പർ ക്വാളിറ്റിയാണ്. ഇതും നല്ല സ്റ്റിഫാവുന്നിടം വരെയാണ് ബീറ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ടുണ്ട്. ഈ പാത്രം ഇങ്ങനെ കമഴ്ത്തി പിടിച്ചാൽ പോലും ഇപ്പോൾ നമ്മുടെ ക്രീം അതിന് ചാടി പോരൊന്നുമില്ല. അപ്പോൾ ഗായ്സ് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളി, നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമ്മളൊന്നിങ്ങനെ ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേക്ക് കുക്കായിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ല കട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല പൊന്തി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്. ഇനി നമുക്ക് ഇതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ ആദ്യത്തെ ലെയർ കട്ട് ചെയ്യാണ്. അപ്പോൾ കുറച്ച് മുകൾ ഭാഗത്തു നിന്ന് കട്ട് ചെയ്യുക. 3 ലെയർ ആയതുകൊണ്ട് 3 ലെയറും ഒരേ കട്ടിയിൽ കിട്ടണം. എങ്കിലേ നമ്മളെ കേക്കിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മളെ കേക്ക് ഇപ്പോൾ നമുക്ക് 3 ലെയറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം എങ്ങനെ തേക്കാമെന്ന് നോക്കാം. ആദ്യം കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ആക്കാം. നമ്മുടെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആദ്യത്തെ ലെയർ അതിൽ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് നല്ല വെറ്റാകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞങ്ങൾ ചെറി ഉപയോഗിച്ചിട്ടുള്ള ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചെറിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കേക്കിൽ മൊത്തമായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലേ കേക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല വെറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ആദ്യത്തെ ലെയറിൻ്റെ മുകളിൽ നമ്മുടെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ മൊത്തമായിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ക്രീം. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ചെയ്ത പോലത്തെ ലെയർ നമ്മൾ ഷുഗർ സിറപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലും നന്നായിട്ടൊന്ന് വെറ്റാകാൻ വേണ്ടിയിട്ട് മൊത്തമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും നമുക്ക് ക്രീം അപ്ലൈ ചെയ്യണം. ഗായ്സ്, നമ്മുടെ ക്രീം മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കേക്കിൻ്റെ താഴെയുള്ള ഭാഗമാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോഴേ നമ്മുടെ കേക്കിന് നല്ല ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഗായ്സ്, നമ്മുടെ കേക്ക് മൊത്തമായിട്ട് നമുക്കിനി ക്രീം കൊണ്ട് കവർ ചെയ്യാം. പിന്നെ അവസാനം ചെയ്യുന്നതാണ് ഡെക്കറേഷന് നമുക്ക് എല്ലാവർക്കും അവരുടേതായ ഇഷ്ടത്തിന് ചെയ്യാം. ഞങ്ങളിവിടെ ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, നമ്മുടെ കേക്ക് ഇപ്പോൾ ഏകദേശം മൊത്തമായിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ഞങ്ങൾ മുകൾ ഭാഗത്ത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ചെറിയൊക്കെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ഡിസൈനാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ക്രീമിൽ കുറച്ച് ജെൽ കളർ ആഡ് ചെയ്തിട്ട് നമ്മുടെ മാറ്റർ എഴുതിയെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് നമ്മുടെ ചെറിയൊരു കേക്കാണ്. ഒരു 1 kg അടുത്തൊക്കെ ഇത് വരുള്ളൂ. ഒരു 3/4 kg ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പണിയൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളെ കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ എല്ലാവരും കണ്ടു. നല്ല ഈസി അല്ലേ കേക്ക് ഉണ്ടാക്കലൊക്കെ. അപ്പോൾ ഇഫ്താറിന് ശേഷം ആയതുകൊണ്ട്, നമ്മളെ പാർട്ടി ഇഫ്താറിന് ശേഷം ആയതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ മുന്നേ ഞങ്ങളൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിരുന്നു. അതും ഇതുപോലെ നല്ല സിമ്പിൾ ഐറ്റമാണ്, ബിഗിനേഴ്സിനൊക്കെ തുടങ്ങാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ എവിടെയെങ്കിലൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ലിങ്ക് കൊടുക്കും. അതുകൊണ്ട് അത് പോയിട്ട് കാണാം. അത് പോയിട്ട് കണ്ടിട്ട് നല്ല നല്ല കമൻറ്റ്സ് തരാം. ഇനിയും അടിപൊളി കേക്കുകളും ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.